ഒരേ പ്രഭാതവും പുതിയതാണ്. ഇന്നത്തെ ദുഃഖം, ഇന്നത്തെ സന്തോഷം, നാളത്തേക്ക് അത് വേണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തയ്യാറാകാതെ സദാ ദൈവത്തോട് ചേർന്ന് തന്നെ ആയിരിക്കേണ്ട മക്കളാണ് ഓരോരുത്തരും. ലോകത്തിന്റെ വ്യതിയാനങ്ങള് ബുദ്ധിയുടെ തലത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആത്മാവിലൂടെ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് മാറ്റങ്ങളും പ്രകൃതി തന്നെ ഒരുപാട് മാറ്റത്തിലേക്ക് വരികയാണ്. ദൈവത്തിൽ എത്രമാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു, ദൈവമാണ് ഇനി മുന്നോട്ട് മനുഷ്യൻ നയിക്കുന്നത്. അത് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എസെക്കിയേൽ 3:27 ഞാൻ നിന്നോട് സംസാരിക്കും, അപ്പോൾ നിന്റെ അതിരം തുറക്കപ്പെടും. എത്രമാത്രം ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു, അത്രമാത്രം അവിടെ നമ്മളോടും ചേർന്ന് നിൽക്കും. മത്തായി 6:33 പറയുന്നതും അത് തന്നെയാണ്. നിങ്ങളോടത് രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഫെബ്രുവരി 12:15 വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ക്യാൻസർ, കിഡ്നി സംബന്ധമുള്ള രോഗങ്ങള്, ഒരുപാട് മാരകമായ രോഗങ്ങള് വെറുപ്പിലൂടെയും വൈരാഗ്യത്തിലൂടെയും വിദ്വേഷത്തിലൂടെയൊക്കെയാണ് കടന്നു വരിക. രോഗം വന്നു കഴിയുമ്പോൾ ഈ രോഗമാണല്ലോ എന്നുള്ള ആകുലത കൊടുക്കണ്ടേ. ഇതെന്തുകൊണ്ടാണ് വരാൻ കാരണമെന്നാരും അന്വേഷിക്കാറില്ല. എന്താണ് ഈ രോഗം വരാനുള്ള കാരണം, എന്ത് കുറവാണ് ഇതിലുള്ളത്? ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിക്കുക. ചിലരെ രോഗം മരണത്തിലേക്ക് നയിക്കാറുണ്ട്, ചിലരെ വിശദീകരണത്തിലേക്ക് നയിക്കാറുണ്ട്. മരണം, രോഗങ്ങൾ പല രീതിയിലാണ് മനുഷ്യനിലേക്ക് കടന്നു വരുന്നത്. ഏത് രോഗം വന്നാലും മനുഷ്യനെപ്പോഴും മരണഭീതി തന്നെയാണ്. അത് വരാതിരിക്കേണ്ടതിനാണ് പ്രഭാഷണ പുസ്തകം 38-ാമത്തെ വാക്യം, മകനെ നീ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനരാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. അപ്പോസ്തലപ്രവർത്തനം 17:27 പറയുന്നുണ്ട്, കഷ്ടപ്പാടുകളും പീഡനങ്ങളും അനുവദിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുവാനും ആ അന്വേഷണത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനും അത്ര. നമ്മളിന്ന് ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണിന്ന്. വിളിച്ചാ വിളി കേൾക്കുന്ന അമ്മയെന്ന് മനസ്സൊരുക്കി വിളിച്ചു കഴിഞ്ഞാല് ഏതാവശ്യത്തിനാണോ വിളിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എപ്പോഴും വാരിച്ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ. ആ അമ്മയുടെ സന്നദ്ധിയില് നമ്മൾ അകണ്ട ദേവന്മാരിലായിരിക്കുമ്പോൾ നമ്മൾ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്റേത് എനിക്കെന്നുള്ള പ്രാർത്ഥന സ്വാർത്ഥതയാണ്, ആ ദൈവസന്നദ്ധിയിൽ എത്തുന്നില്ല. നമുക്കെന്താണോ ആവശ്യം അത് മറ്റുള്ളവരുടെ ആവശ്യമായിട്ട് കരുതിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക. ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹവും നമുക്ക് ലഭിക്കില്ല. ക്ഷമിക്കാത്ത വ്യക്തിക്ക്
ദൈവത്തിൽ നിന്നും കൊളോസോസ് 3:13 പറയുന്നുണ്ട്, ഈശോ ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കാം. ക്ഷമിക്കാത്ത വ്യക്തികൾ കുഞ്ഞുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ട് വരും, വിവാഹ തടസ്സം ഉണ്ടാകും. ക്ഷമിക്കാത്ത വ്യക്തികൾക്ക് ഒരുപാട് മേഖലകളിൽ പരാജയത്തിന്റെ അവസ്ഥയിൽ കടന്നു വരും. ആ വെറുപ്പിന്റെ എതിർപ്പിന്റെയൊക്കെ ബന്ധനങ്ങൾ വിടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അതെല്ലാം ഹൃദയപൂർവ്വം ക്ഷമയോടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവ്, അവർ പറയുന്നത് എന്താണെന്ന് അറിയില്ല, അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. എന്റെ പിതാവേ, യേശുവേ എല്ലാവരും കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് അർണാരനാഥെന്നുള്ള ആ ഗാനം ആലപിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സ്വീകരിക്കാനായിട്ട് രണ്ട് കരങ്ങളും തിരിച്ചു പിടിക്കുക. കർത്താലും നാദാ